ഞാനും നമ്മുടെ കൂടെയുള്ള ഒരു പയ്യനും കൂടെ കഴക്കൂട്ടത്തേക്ക് പോയപ്പോഴാണ് കൂട്ടുകാരൻ പറയണം ഒരു അടിപൊളി തമിഴ്നാട് സ്റ്റൈൽ ബിരിയാണി കിട്ടുന്ന സ്പോട്ടുണ്ട്. അങ്ങനെ നേരെ ആ തമിഴ്നാട് സ്റ്റൈൽ ബിരിയാണി കഴിക്കാൻ പോകും. അവിടെ ചെന്നപ്പോഴാണ് നമ്മളെ കുക്കണ് ആ ബിരിയാണിയുടെ പാത്രമൊക്കെ പൊട്ടിച്ച് ആ ബിരിയാണിയുടെ മുട്ടയും ആ തമിഴ്നാട് സ്റ്റൈൽ ബിരിയാണിയൊക്കെ കിടക്കുന്നത്. ഞാൻ കുറെ തമിഴ്നാട് സ്റ്റൈൽ ബിരിയാണിയൊക്കെ കഴിച്ചിട്ടുണ്ട്, എന്നാലും ഒന്ന് ട്രൈ ചെയ്തേക്കാന്ന് വെച്ചു. അങ്ങനെ നമ്മളെ കുക്കണ്ണെ ആ ബിരിയാണിയൊക്കെ ഒരു പാത്രത്തിലാക്കി സംഭവം ആദ്യം ഒരു മുട്ട എടുത്തിട്ട് എന്നിട്ട് ഒരു ലെഗ് പീസും വെച്ച് നല്ലൊരു മുഴുത്ത പീസും ഇട്ട് അതിലെ റൈസ കാണണ ഇങ്ങനെ കോരി കോരി അങ്ങ് എടുത്തങ്ങ് ഇടുക. സംഭവം അത് കാണുമ്പോൾ തന്നെ ഒരു കൊതിയാവും. അങ്ങനെ തന്നെ അതൊക്കെ കോരിയിട്ട് സംഭവം നേരെ ഒരു ഇലയിലോട്ട് അങ്ങ് എടുത്തിട്ട് അപ്പോഴേക്കും നമ്മളെ ഷെഫണ്ണന്റെ അസിസ്റ്റന്റ് പറയാ സംഭവം തമിഴ്നാട് സ്റ്റൈല് ബിരിയാണി ഇത് മാത്രമല്ല 65 ബിരിയാണി ഉണ്ടായിരുന്നു. അങ്ങനെ അതും കൂടെ എടുക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ 65ന്റെ പീസുകളൊക്കെ കാണാൻ ഇങ്ങനെ പൊരിക്കണുണ്ട്. ഞാൻ പറഞ്ഞു ഒന്ന് വീഡിയോ എടുക്കട്ടെ, അമ്മ ശരി എടുത്തേക്ക്. 65 ബിരിയാണി പൊതിയണ ടൈം ഉണ്ട്. ഞാൻ നേരെ ആ 65 ഒക്കെ ഇതേപോലെ വറുത്തെടുക്കുന്നതാണ്. അപ്പോൾ കാണുമ്പോൾ തന്നെ ഒരു കൊതിയാവും. അതുകൊണ്ട് എന്ത് ഒരു 65 ബിരിയാണി തമിഴ്നാട് സ്റ്റൈലിലെ ബിരിയാണി പിന്നെ ഒരു 65ന്റെ ഒരു പോർഷൻ കൂടെ ഞാൻ അങ്ങ് മേടിച്ച് അങ്ങനെ അണ്ണൻ ആ സൈഡിൽ നിന്ന് ആ 65 ഒക്കെ എടുത്തിട്ട് ആ ബിരിയാണി റൈസ് ഒക്കെ എടുത്തിടുക. അപ്പോഴേ മനസ്സിലായി ആ 65ഉം ആ തമിഴ്നാട് സ്റ്റൈലിന്റെ റൈസും കൂടെ ഇട്ട സംഭവം അണ്ണന്മാര് 65 ബിരിയാണി തന്നെ. സംഭവം ആ ഒരു കൺസെപ്റ്റ് അടിപൊളി തന്നെയാണെന്ന് എനിക്കും തോന്നുന്നു. അപ്പോഴാണ് ഈ റെസ്റ്റോറന്റ് ഓണേഴ്സ് വരുന്നത്. സംഭവം തിരക്കിയപ്പോൾ ഈ റെസ്റ്റോറന്റ് ഓണേഴ്സ് രണ്ട് എഞ്ചിനീയർ പയ്യന്മാർ, രണ്ട് എഞ്ചിനീയർ പയ്യന്മാർ തുടങ്ങിയ റെസ്റ്റോറന്റ് സംഭവം ഈ തമിഴ്നാട് സ്റ്റൈൽ ബിരിയാണി. സംഭവം ഈ എഞ്ചിനീയർമാരെല്ലാം ഓരോരോ സെക്ഷനിലോട്ട് കയറുക. അവർ ഈ കൃഷി ആയാലും ഇതേപോലെ റെസ്റ്റോറന്റുകളായാലും അവരവരെ കഴിവ് അതിലോട്ട് നന്നായിട്ട് കാണിക്കുന്നുണ്ട്. അത് സംഭവം ഈ ബിരിയാണി കണ്ടപ്പോഴും കഴിച്ചപ്പോഴും എനിക്ക് നന്നായിട്ട് തോന്നി. അങ്ങനെ ബിരിയാണിയൊക്കെ എത്തി അതിന്റെ വീഡിയോസ് ഒക്കെ എടുത്തുകൊണ്ട് ഇരുന്നപ്പോൾ തന്നെ എനിക്ക് സംഭവം അവരെ അലങ്കാര പണികളൊക്കെ കണ്ടപ്പോൾ തന്നെ എനിക്കങ്ങ് കഴിക്കാൻ തോന്നി. പിന്നെ ഞാൻ നേരെ ഇരുന്നിട്ട് ആദ്യം തന്നെ ചിക്കൻ 65ന്റെ ബിരിയാണി ഉണ്ടല്ലോ ആദ്യം എടുത്തങ്ങ് കഴിച്ച് സംഭവം അതിൽ നിന്നൊരു പീസൊക്കെ എടുത്ത് നല്ല പിച്ചി എടുത്ത് നോക്കി. നല്ല ക്രിസ്പി ആയിട്ടിരിക്കുന്ന നല്ല ചിക്കൻ 65. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ആ ചിക്കൻ 65ന്റെ ഒരു പോഷൻ വന്നിട്ടുണ്ടായിരുന്നു. ആ പോഷൻ കുറച്ച് ഞാൻ നേരെ നമ്മൾ ആ തമിഴ്നാട് സ്റ്റൈൽ ബിരിയാണിയിലോട്ടൊക്കെ തട്ടി ആ 65ന്റെ പീസൊക്കെ ഇതേപോലെ ഇങ്ങനെ പിച്ചിയൊക്കെ അങ്ങ് എടുത്ത് ആ തമിഴ്നാട് സ്റ്റൈൽ ബിരിയാണി ആയിട്ട് ഒരു പിടി പിടിച്ച് നോക്കി. സംഭവം എനിക്ക് അതങ്ങ് ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടു. ആദ്യമായിട്ട് ക്യാമറയിൽ കാണുന്നതുകൊണ്ടാണ് അന്തം എനിക്കൊരു ചെറിയ ചമ്മലും ഒരു ചിരിയൊക്കെ അതിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ ആ തമിഴ്നാട് ബിരിയാണി ലെഗ് പീസൊക്കെ എടുത്ത് അതിൽ നിന്നൊരു പീസ് ഇങ്ങനെ പിന്നി എടുത്ത് പിടിച്ചു നോക്കി. നല്ല കുക്കായിട്ടുണ്ട്, സംഭവം അടിപൊളി. അങ്ങനെ സൈഡിൽ നമ്മൾ അവിടെ ഒരു കസ്റ്റമർ എന്ന് കഴിച്ചപ്പോൾ ഞാൻ നേരെ ചെന്നു ബിരിയാണിന്റെ റിവ്യൂ ചോദിച്ചു. അണ്ണൻ പിന്നെ കഴിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു തംസപ്പ് മാത്രം കാണിച്ച് അത് കഴിഞ്ഞ് ഞാൻ ആ ചിക്കൻ 65 ബിരിയാണിയിൽ നിന്ന് ഒരു മുട്ട ഇങ്ങനെ പൊട്ടിച്ചിങ്ങനെ എടുത്തിട്ട് ആ ബിരിയാണിയിൽ വെച്ചൊന്ന് കഴിച്ചു നോക്കി. സംഭവം എനിക്ക് അതങ്ങ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോഴാണ് ഞാൻ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഞാൻ ഈ ബിരിയാണിയൊക്കെ പലതരം കഴിച്ചിട്ടുണ്ടെങ്കിലും അതിലെൻ്റെ കയ്യിൽ കുറച്ച് ഓയിലെങ്കിലും ആവും. സംഭവം ഇത് കഴിച്ചിട്ട് ഒരു ഉരുളി ഓയിൽ പോലും എൻ്റെ കയ്യിൽ കണ്ടില്ല. അപ്പോഴാണ് ഞാൻ അവരെ ബോർഡ് ശ്രദ്ധിക്കണേ. അവർ ഈ ഫുഡ് കളർ ഈ ഡാൾഡയാ ഒന്നും ചേർക്കത്തില്ല, ഈ ഗീ മാത്രമേ ചേർക്കത്തുള്ളൂ. സംഭവം ബിരിയാണി എനിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു. ഒക്കേഷൻ വരുന്നത് നമ്മളെ വെട്ട് റോഡുള്ള അമല സ്മാർട്ടിന് തൊട്ട് ഓപ്പോസിറ്റുള്ള ARM റോയൽ ബിരിയാണി.